നമസ്കാരം. രഞ്ജിൻ ഡയറക്ടറിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കടപ്പുറമുള്ള ഗ്രാൻഡ് മാളിൽ ഒരു സിനിമ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ സിനിമ കാണാൻ വേണ്ടി അകത്തോട്ട് കയറിയപ്പോഴത്തേക്കിന് അവിടെ നമ്മുടെ കേരള ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലൊരു അവയർനെസ് ക്യാമ്പ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാം. തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. നടത്തുക. ഈ രണ്ട് ഷോൾഡർ ബെൽറ്റുകൾ ശക്തിയായിട്ട് 5 തവണ സ്റ്റാർട്ട് ചെയ്യാം. 1 3 4 5 ഇങ്ങനെ 1-2 തവണ നിങ്ങൾ ഉറപ്പായിട്ട് ബ്ലോക്കുമാണ്. നമ്മളീ കാണിക്കുമ്പോൾ നേരത്തെ ഇത് വളരെ ലളിതമായിട്ട് തോന്നും. പക്ഷേ ഇത് നമ്മൾ ലളിതമല്ല. നമ്മുടെ കൈ തന്നെ വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പം തന്നെ ചുമ്മാതെ കൈ ഈ പറയുന്ന പ്രവർത്തികളൊന്നും ചെയ്യാതെ മുകളിൻ്റെ അവിടെ എടുത്ത് ഒന്ന് അമർത്തി നോക്കിയാൽ അതിൽ വരുന്ന പ്രശ്നം നമുക്കങ്ങനെ അറിയാവുന്ന ഭാഗത്തുണ്ട്. ഈ പ്രവർത്തനമാണ് നമ്മളെ മറ്റൊരാളുടെ സഹായത്തോടുകൂടി നമ്മുടെ ഏൽപ്പിക്കുന്നത്. നമ്മുടെ വയറുകളുടെ കണക്കുകൂടി ശക്തി കുറച്ചേ വെക്കത്തുള്ളൂ. അതിന് മറ്റൊരാൾ അയാളുടെ ആരോഗ്യത്തിൻ്റെ മുഴുവൻ ഭാഗം എടുത്തുകൊണ്ടാണ് ചെയ്യാനാണ് നമ്മുടെ പ്രമാണം. അങ്ങനെ ഒരു ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളിപ്പം വളർത്തുന്ന പോലല്ല, അങ്ങനെ നമ്മുടെ എന്തോ തൊണ്ടേ കുഴിയുണ്ടെന്ന് കൊണ്ടുവരും. ഇതേ വലിയ ശക്തമായ വിടനമാണ് നമുക്ക് ഈ കുഴിയുമ്പോൾ ഉണ്ടാവുന്നത്. നമ്മുടെ കുഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പുറത്തോട്ടുമായിട്ട് പ്രവണത ഉണ്ടാവും. വായിക്കാത്തുള്ള ഏത് സാധനം പുറത്തോട്ടുമായിട്ട് പ്രവണത കഴിയും. നമ്മുടെ ശരീരം തേർഡ് പാർട്ടി ആയിട്ടുള്ള ഏത് സാധനങ്ങളും നമ്മുടെ ശരീരം പുറത്തുണ്ട്. ആ തത്വം അനുസരിച്ച് ഇദ്ദേഹം പുറത്തുള്ള തയ്യാറാണ്. അപ്പോൾ നമുക്കൊരു പ്രഷർ മാത്രം ഉണ്ടാവും. ആ പ്രഷറിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രഷർ അല്ല ഇത്. വളരെ ശക്തമായ പ്രശ്നം. ഇത് കൊച്ചുകുട്ടികൾക്ക് സാധനം മോനെ കൊടുക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പല വ്യക്തികൾക്ക് വരും. അങ്ങനെ നമ്മൾ കയ്യെടുത്തേക്ക് വരും. അതായത് രാത്രി നമ്മുടെ വീട്ടിലെ മറിച്ച് ഇടയ്ക്ക് രാത്രി അസമയത്ത് ആ സമയത്ത് വിഷുവനോ ഉണ്ടായി. കോവിഡിന് ശേഷം വളരെ കൂടുതൽ ആൾക്കാർക്ക് വളരെ ചെറുപ്പം നേരത്തെ ഒരു അറ്റത്തൊക്കെ വന്ന് 50 വയസ്സ് 55 വയസ്സ് കഴിഞ്ഞാൽ വരും. 35 വയസ്സ് കഴിഞ്ഞുള്ള വളരെ ചെറുപ്പക്കാരുടെ വളരെ എനർജറ്റിക്കായിട്ട് നടന്ന ആൾക്കാർ കഴിഞ്ഞ 2 ദിവസം കൊണ്ടിടയ്ക്ക് നമ്മളെ മരണവാർത്തയായി. അങ്ങനെ അവിടെ നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ആദ്യം CPR എന്നാണ് പറഞ്ഞത്. നമ്മുടെ ചുറ്റും ശ്വാസോച്ഛ്വാസം കിട്ടി ആ വ്യക്തിയെ ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ളതാണ് നമ്മുടെ പ്രവർത്തനം. അതിന് നമുക്ക് ആ വ്യക്തിക്ക് ഏത് തരത്തിലുള്ള കുഴപ്പമാണ്. ചിലപ്പോൾ നെഞ്ചിൽ ഇടിച്ചാൽ മതി, ചിലപ്പോൾ നമ്മൾ ചെറുക്കയിൽ അടിച്ചാൽ മതി, ചിലപ്പോൾ മുച്ചിക്ക് ഇടിച്ചാൽ മതി, പല കാര്യങ്ങൾ പറയുന്നു. നമുക്ക് ഇന്ന് വരെ ഇന്ന് രാവിലെ വരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതിന് പ്രവർത്തനങ്ങൾ കാണിക്കും. ദയവായി ശ്രദ്ധിക്കാം. ഇതിന്റെ ആവശ്യങ്ങൾ ഒന്ന് ഉപയോഗിക്കേണ്ട അതുമാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ചെയ്യേണ്ടതാണ് നമ്മളെ തട്ടി വിളിച്ച് നോക്കാം. തട്ടി വിളിച്ച് നോക്കാം. അപ്പം അനക്കമില്ല. ഒരിക്കലും ബെഡിന്റെ പുറത്ത് കിടത്തിയോ അല്ലെങ്കിൽ ചെരിഞ്ഞ പുറത്ത് കിടത്തിയോ CPR കൊടുക്കാൻ പാടില്ല. നേരെയുള്ള സർവീസ് കിടത്തിയ CPR കൊടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈ CPR വേണോ വേണ്ടോ നോക്കാം. എല്ലാത്ത CPR കൊടുക്കേണ്ട കാര്യമില്ല. CPR ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി. നമ്മൾ ആദ്യം അയാളുടെ പൾസ് പരിശോധിക്കുക, കട്ടിലെ പൾസ് പരിശോധിക്കുക, പിന്നെ കവിള് കൊണ്ട് ബ്രീത്ത് ഉണ്ടോ എന്ന് നോക്കുക, നെഞ്ചിലേക്ക് നോക്കുക. ഇനി 20 സെക്കൻഡ് ചെക്ക് ചെയ്യുക. 20 സെക്കൻഡ് ചെക്ക് ചെയ്യുമ്പോൾ പൾസും ഇല്ല ബ്രീത്തും ഇല്ലാത്ത ഒരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ CPR കൊടുക്കേണ്ട കാര്യമുള്ളൂ. CPR 2 പാർട്ടാണ്, കംപ്രഷനും ബ്രീത്തും. അതായത് നെഞ്ചിലെ 30 കംപ്രഷനും മൗത്ത് 2 ബ്രീത്തുമാണ്. നമ്മൾ ഈ കംപ്രഷൻ കൊടുക്കുന്ന ഭാഗം ആദ്യം നോക്കണം. മൂക്കിൽ നിന്ന് മുട്ടിലേക്ക് ഇത് വരാതിരിക്കുക, നെക്കിൾ ക്ലോസ് ചെയ്തിട്ട് വരാതിരിക്കുക. ഇത് ഇന്റർസെക്ഷൻ ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾ ഏത് ആമാണോ യൂസ് ചെയ്യുന്നത്, ഏത് കൈയാണ് ഡോമിനന്റ് ആണ് അത് വെക്കുക. അടുത്ത കൈ അതിന് മുകളിൽ ഇങ്ങനെ വെക്കുക. നമ്മുടെ ശരീരം ഇതിന് മുകളിലേക്ക് ആക്കുക. നമ്മുടെ ശരീരം എൻ്റെ ശരീരം ഇതിന് മുകളിലേക്ക് ആക്കിയപ്പോൾ തന്നെ ഇതൊരു അല്പം നിങ്ങൾ നെഞ്ചൊക്കെ തൊട്ട് നോക്കുക. എന്തുമാത്രം ഹാർഡാണ്. ഈ ഭാഗം നമ്മൾ 5 സെന്റിമീറ്റർ താഴെ തള്ളി താഴും. അത്ര പ്രശ്നമാണ്. അപ്പോൾ നമ്മളിവിടെ എണ്ണിക്കൊണ്ട് 30 കംപ്രഷൻ കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 21 22 23 24 25 26 27 28 29 30 30 കംപ്രഷൻ കൊടുക്കുക. അതിനുശേഷം ഇയാളെ ചിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. മൂക്ക് പൊത്തി പിടിക്കുക. മൂക്ക് മുഖത്തായിട്ട് 2 തവണ ബ്രീത്ത് കൊടുക്കുക.
ശരിക്കും ശക്തിയായിട്ട് 2 തവണ ഊതിയോ. ഇങ്ങനെ പലരും യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും മുഖത്ത് ക്ലോസ് ആയിട്ട് തന്നെ ചെയ്യണം. എഗെയിൻ വീണ്ടും 30 കംപ്രഷൻ 2 ബ്രീത്ത്. അങ്ങനെ 5 തവണ ചെയ്യുമ്പോഴാണ് CPR 100 റൗണ്ട് പൂർത്തിയാകുന്നത്. 5 തവണ ചെയ്തതിനു ശേഷം ഉറപ്പായിട്ട് നമ്മൾ റെസ്പോൺസ് ചെക്ക് ചെയ്യാം. റെസ്പോൺസ് വന്നില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നീ റെസ്പോൺസ് വരുന്നവരെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ തിയേറ്ററിൽ വന്നു, തിയേറ്ററിൽ ഷോയുടെ കഴിഞ്ഞ് വന്നതാണ്, അല്ലെങ്കിൽ മാർക്കിൽ വന്നതാണ്. സോ ആരെങ്കിലും ഒരു കാരണവശാലും പെട്ടെന്ന് പോയി CPR പോകരുത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഐഡന്റിഫൈ പേഷ്യൻ്റ് ഈ കാഷ്വാലിറ്റി, അത്യാഹിത സംഭവിച്ചിരിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തി ശ്വാസം എടുക്കുന്നുണ്ടോ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം തന്നെ കുഴപ്പിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വിളിക്കണം, ഹലോ ഹലോ ജർക്ക് ചെയ്യണം. അതായത് നമ്മൾ ഉറക്കത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഉണർത്തുന്നു ആ രീതിയിൽ വേണം ഉണർത്തുക. ജർക്കിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫ്ലോ വരെ അറിയണം. ആ സമയത്ത് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ കരോട്ടൻ വൈസ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അതിനുശേഷം ചിൻ റേസ് ചെയ്യാം. ചിൻ റേസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വായിക്കാത്തോ അല്ലെങ്കിൽ മൂക്കിനകത്തോ എന്തെങ്കിലും ഫോറിൻ ബോഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ തിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഏതെങ്കിലും വൃത്തിയെടുക്കാവുന്ന തടസ്സം വ്യക്തിക്ക് നേരിടുന്നുണ്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിൻ റേസിന് ശേഷം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിനു ശേഷം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സോ നമുക്ക് ലിസൺ ഫീൽ ലുക്ക് ലിസൺ ഫീൽ എന്നാണ്. അതായത് ഈ ജസ്റ്റ് നമുക്കെല്ലാം അറിയാം, നമുക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ട്. സോ ജസ്റ്റ് മൂവ്മെന്റ്സ് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഈ കാഷ്വാലിറ്റി വൃത്തി ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ചിന്നിലേക്ക് നമുക്ക് ഫീൽ ആകാൻ സാധിക്കും. സോ അത് തന്നെ നമുക്ക് ഫീൽ ആകാൻ സാധിക്കുന്നതാണ്. സോ അതിനുശേഷം എന്ത് ചെയ്യണം, ഇതെല്ലാം ഇത്രയും അസസ് ചെയ്യുന്നത് ഇത് 10 സെക്കൻഡ് ആണ്, 10 മിനിറ്റ് അല്ല. ഇതിൽ 10 സെക്കൻഡിനുള്ളിൽ ഇത്രയും അസസ്മെന്റ് കഴിഞ്ഞിരിക്കണം. സോ ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കോൾ ആംബുലൻസ്. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇതുപോലെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണും, ആരും കേൾക്കുകയും കാണത്തില്ല. സോ എന്ത് ചെയ്യണം, പർപ്പസിൽ വരാമെന്ന് പറഞ്ഞു, പ്ലീസ് എക്സ്ക്യൂസ് മീ സർ, പ്ലീസ് കോൾ ദ ആംബുലൻസ്, പ്ലീസ് പ്ലീസ് സർ, പ്ലീസ്. സോ അത് നോക്കി നിൽക്കാൻ പാടില്ല. ആ സമയത്ത് ബാക്കി നിങ്ങൾ CPR സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് തന്നെ വീണ്ടും ചോദിക്കുമ്പോൾ ആംബുലൻസിനെ വിളിച്ചോ. കാരണം എന്താ പറയുക, ആംബുലൻസിനെ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിളിക്കുന്നൊന്നുമില്ല. കാരണം ഇന്നത്തെ കാലത്ത് നൂലാമാലകൾ വേണ്ട വിചാരിച്ച് അദ്ദേഹം വിളിക്കാതിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത പേഴ്സണോട് പറയണം. സോ അതിനായി എന്ത് ചെയ്യണം, ആദ്യം സോ മേക്ക് ഇറ്റ് ക്ലിയർ ദ സർഫസ്. അതായത് ഒരു CPR കൊടുക്കുന്നുണ്ടേ ആദ്യം സർഫസ് ക്ലിയർ ആണോ. അതായത് CPR കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കമ്പഷൻ കൊടുക്കുമ്പോൾ റിപ്സ് ഒഴിയാൻ പാടില്ല. സോ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം, സർ പറഞ്ഞത് തന്നെ ഡൊമൈൻ ഹാൻഡ് എവിടെയാണോ. സോ ഇപ്പോൾ പറഞ്ഞത് തന്നെ നിപ്പിൾ ടു നിപ്പിൾ. സോ അങ്ങനെ ഡൊമൈൻ ഹാൻഡ് വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 30 കംപ്രഷൻ കൊടുക്കുക. സോ അതിനുശേഷം എന്ത് ചെയ്യണം, സർ പറഞ്ഞത് തന്നെ ചിൻ റേസ് ചെയ്യുക. ചിൻ റേസ് ചെയ്ത ശേഷം മൂക്ക് അടച്ചു പിടിക്കുക, 2 വൃത്ത് കൊടുക്കുക. സോ അതിനുശേഷം വീണ്ടും CPR സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. സോ CPR സ്റ്റാർട്ട് ചെയ്ത ശേഷം എപ്പോൾ വരെയാണ് ഈ കാഷ്വാലിറ്റിയെ ആംബുലൻസ് വന്ന് ആംബുലൻസ് കൊണ്ടുപോകുന്ന സമയം വരെയോ അല്ലെങ്കിൽ ഈ കാഷ്വാലിറ്റി അടുത്ത ഹോസ്പിറ്റൽ എത്തുന്നവരെയും ഈ പ്രോസസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. സോ ഈ സമൂഹത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ പോലും പഠിച്ചു വരുന്ന വ്യക്തികൾക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് റൈഡർ നമ്മളെ കൂടെയുള്ള നമ്മുടെ ഫസ്റ്റ് എയ്ഡ് റൈഡർ മാറാൻ ശ്രമിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജീവിതം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരിക്കട്ടെ, ടു സേവ് ദ ലൈഫ്. ക്ലിയർ ആണോ? പൊസിഷനെ കുറിച്ച് ഡൗട്ട് ഉണ്ടല്ലോ, ഉണ്ടോ? അത് അറിയാവുന്ന കാര്യം